എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. മനുഷ്യൻ എല്ലാ കന്നാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. സ്തോത്രം. ഏദൻ പറുദീസയിൽ നടന്നതും ദൈവം സ്ഥാപിച്ചതുമായ ആദ്യ വിവാഹത്തിൽ വധൂവരന്മാരുടെ ഹിതം ദൈവത്തിന് പൂർണ്ണമായി വിധേയമായിരുന്നു. അതുകൊണ്ട് ആദാം ഹവ്വ ദമ്പതിമാരുടെ വിവാഹം ദൈവം കൂട്ടിച്ചേർത്തതായിരുന്നു. ദൈവം യോജിപ്പിക്കാത്തതിനെ മനുഷ്യർക്ക് എളുപ്പത്തിൽ വേർതിരിക്കുവാൻ കഴിയും. എന്നാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു. വിവാഹത്തിൻ്റെ ധാർമ്മിക വിശുദ്ധി, വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ മഹനീയ ശുശ്രൂഷയിൽ കൂടിയായിരിക്കണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം തന്നെ മനുഷ്യന് തക്കതായൊരു തുണയെ, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തു. ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടായിരിക്കണം വിവാഹിതരാകേണ്ടത്. ഇതാണ് ദൈവിക വ്യവസ്ഥ. തിരഞ്ഞെടുപ്പിൽ ദൈവത്തിന് അതിപ്രധാനമായ പങ്ക് ഉണ്ടായിരിക്കണം, നാം കൊടുക്കണം. ആദാമിന് വേണ്ടി തക്ക തുണയെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ നമ്മുടെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കതായ ഒരു തുണയെ തിരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ദൈവത്തിന് വലിയ പങ്കുണ്ടായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 3:38 പറയുന്നത്, കൈനാൻ ഏനോശിൻ്റെ മകൻ, ഏനോശ് സേത്തിൻ്റെ മകൻ, സേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകൻ ആയതിനാൽ പിതാവിൻ്റെ തിരഞ്ഞെടുപ്പാണ് ആദാമിന് ഏത് വിധമുള്ള ജീവിത പങ്കാളി ആയിരിക്കണം എന്നുള്ളത്. സ്തോത്രം. ഭാര്യഭർത്തൃ ബന്ധം എങ്ങനെ സ്ഥാപിതമായി എന്ന് നോക്കിയാൽ, ആദാമിന് ദൈവം നൽകിയ ഭാര്യയെ ശിരസിൽ വഹിച്ച് ജീവിതം നയിക്കാതിരിക്കേണ്ടതിന്, ആദാമിൻ്റെ ശിരസിൽ നിന്നോ കുടുംബജീവിതത്തിൽ ഭാര്യയെ ചവിട്ടിത്താഴ്ത്താതിരിക്കേണ്ടതിന് കാൽപാദത്തിൽ നിന്നോ അല്ല അസ്ഥി എടുത്തത്. ഭാര്യ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം ആദാമിൻ്റെ കൈയുടെ കീഴിൽ നിന്നും ഭാര്യയെ സ്നേഹിക്കപ്പെടേണ്ടതിന് ആദാമിൻ്റെ ഹൃദയത്തിൻ്റെ സമീപത്തു നിന്നും ഒരു വാരിയെല്ലെടുത്ത് വളരെ മനോഹര രൂപിയായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ആദാമിന് ശരീരത്തിൽ വാരിയെല്ല് നഷ്ടപ്പെട്ടെങ്കിലും തൻ്റെ കുടുംബജീവിതത്തിൽ വലിയ നേട്ടമാണ് ലഭിച്ചത്. അതായത് തൻ്റെ ജീവിതത്തെ സജീവമായി പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു തക്ക തുണയായിരുന്നു ഹവ്വ. ഇതുപോലെ തന്നെ തിരിച്ചും ഭാര്യയുടെ തക്ക തുണയായിരിക്കണം ഭർത്താവ്. ആദാമിൻ്റെ തക്ക തുണ എന്ന ഒരു ഔദ്യോഗിക പദവി ഹവ്വയ്ക്ക് നൽകിയപ്പോൾ ആദാമിന് ഹവ്വ എല്ലാ നിലയിലും ഏറ്റവും അനുയോജ്യവും ശരീരഘടനയിലും വൈകാരിക അവസ്ഥകളിലും സഹായവുമായിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഹവ്വയെ സൗന്ദര്യവതിയായി സൃഷ്ടിച്ചത്. അതായത് എടുത്തു മാറ്റിയ വാരിയല് എല്ലാ രീതിയിലും തക്ക തുണയായി തീർന്നു. സ്തോത്രം. ഭർത്താക്കന്മാർ ഇരുവരും ഒരു ശരീരം. ഇതൊരു വലിയ മർമ്മമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ.
ഭർത്താവിൻ്റെ ധാർമ്മികത്വത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു? ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, തൻ്റെ ജീവനെ നൽകി. ഇതുപോലെ തന്നെ ഭർത്താവ് തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഒരു ഭർത്താവിൻ്റെ ധർമ്മം അത്ര എളുപ്പം നിർവഹിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ക്രിസ്തുവിനെയും സഭയെയും ഒരു ഭർത്താവിനോടും ഭാര്യയോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 5:27 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു സഭയുടെ അശുദ്ധിയും അപൂർണതയും നോക്കാതെ സഭയെ സ്നേഹിച്ചു. മാത്രമല്ല, സഭയെ വചനത്തോടു കൂടിയ ജനസ്നാനത്താൽ വെടിപ്പാക്കി. അതായത് സ്നാനത്തോട് ദൈവവചനത്തോടും കൂടെ കറ, ചുളുക്കം, വാട്ടം മുതലായ കുറവുകൾ ഒന്നുമില്ലാതെ സഭയെ കാണുന്നതിനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ഭർത്താവ് തൻ്റെ സ്വന്തം ഭാര്യയെ അവളുടെ അനേക കുറവുകൾ കണക്കിടാതെ സ്നേഹം, കരുതൽ, സപ്പോർട്ട്, സ്തോത്രം ഇവകൾ നൽകി അവളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എങ്കിൽ മാത്രമേ അവൾ തക്ക പങ്കാളിയായി തീരുകയുള്ളൂ. ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ എടുത്തു പറയുന്നത്, വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി തീരും. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. തൻ്റെ സ്വന്തം ശരീരത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഞാനിവിടെ ഒരു വാക്യം എടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5:5 പറയുന്നത്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു അവൻ്റെ ശരീരത്തെ. സ്തോത്രം. ഭൂതം ബാധിച്ച ഈ മനുഷ്യൻ തന്നെത്താൻ കല്ലുകൊണ്ട് തൻ്റെ സ്വന്തം ശരീരത്തെ ചതച്ചു മുറിവേൽപ്പിച്ചു. കല്ലറകളിൽ അവൻ ജീവിച്ചു പോന്നു. സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ഈ മനുഷ്യൻ്റെ പേര് ഭ്രാന്തൻ എന്നാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ ഭാര്യയെ ശാരീരികമായും മാനസികമായും മുറിവേൽപ്പിക്കുന്ന ഭർത്താവിൻ്റെ പേര് അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഭ്രാന്തൻ. ചില ഭവനങ്ങളിൽ ഇത് നേരെ തിരിച്ചുമുണ്ട്. ദൈവം പൊടിയിൽ നിന്നും സൃഷ്ടിച്ച ആദാമിൻ്റെ ഗാഢനിദ്രയിൽ അവൻ്റെ ശരീരത്തിൽ നിന്നും എടുത്ത അസ്ഥി മനുഷ്യന് പ്രയോജനപ്രദമായ തക്ക തുണിയായി ദൈവം രൂപാന്തരപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതായത് ഒടുക്കത്തെ ആദാം ആയ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് റോമൻ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഒഴുകിയ ജീവരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ് തേജസ്വരൂപിയായ തൻ്റെ മണവാട്ടി സഭ. കർത്താവിൻ്റെ രക്തത്താൽ കഴുക പ്രാപിച്ച വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളും പങ്കാളികളുമായി മുന്നോട്ട് മാതൃക കുടുംബജീവിതം നയിക്കണം. ഇതാണ് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. മാതൃകപരമായ കുടുംബജീവിതത്തെപ്പറ്റി ദൈവം നമുക്ക് തരുന്ന ഏറ്റവും അനുയോജ്യമായ ആത്മീയ ചിത്രം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യഭർത്തൃ ബന്ധത്തിൽ ശാരീരികമായും മാനസികമായും ആശയപരമായും ചിന്തപരമായും വൈരാഗികമായ രണ്ട് വ്യത്യസ്ത വ്യക്തികൾക്ക് ഒന്നായി ചേരുവാൻ പലപ്പോഴും കഴിയാതിരിക്കുന്നത് അതിൻ്റെ കാരണം പല കാരണങ്ങൾ കാണും. എന്നാൽ ഒരു കാര്യം ദൈവത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകുകയുള്ളൂ. എല്ലാ കുറവുകളും മറന്ന് അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയും. വിവാഹമെന്ന മകൾ കർമ്മത്തിലൂടെ ദൈവം രണ്ട് വ്യത്യസ്ത വ്യക്തികളെ തക്ക തുണകളായി യോജിപ്പിക്കുമ്പോൾ ദൈവം അവരെ ഒന്ന്
ഓർ ഒരു ദേഹം എന്നാണ് വിളിക്കുന്നത്. ഒരു ശരീരമായി തീരുന്നു. അത് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ എഫേസ്യ ലേഖനം 5:32 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കണം. തുടർന്ന് അധ്യായത്തിൽ തന്നെ പറയുന്ന 30-31 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ മർമ്മം വലിയത്. വിവാഹത്തിന് ശേഷം 2 വ്യക്തിത്വങ്ങളിൽ അവർ നിലനിൽക്കുന്നുവെങ്കിലും അവർ മാർമികമായ ഐക്യമുളവാക്കണം. ഈ ദൃഢമായ ബന്ധത്തിലും ഏകത്വത്തിലും ഭാര്യഭർത്താക്കന്മാർ ഒന്നാകുന്നു. ഈ ഏകത്വം കുടുംബജീവിതത്തിൽ അനുദിനം പ്രകടമാക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ അനുദിനം പ്രകടമാക്കണം. പലപ്പോഴും പല ഭവനങ്ങളിലും ഇതിൻ്റെ കുറവുകൾ നമുക്ക് കാണുവാൻ കഴിയും. തിരുവചന അടിസ്ഥാനത്തിൽ പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നതിൻ്റെ ആവശ്യം ഇവിടെ വ്യക്തമാണ്. ഭാര്യയോടുള്ള ഈ കടപ്പാടിന് കുറവ് വരുത്തുന്നത് ആയിരിക്കരുത് കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ മുൻഗണന സ്വന്തം ഭാര്യയ്ക്ക് തന്നെയായിരിക്കണം. ഭാര്യയോട് പറ്റിച്ചേരും എന്നത് ദൈവവ്യവസ്ഥയാണ്. ഭാര്യ-ഭർത്തൃ ബന്ധം എന്നത് ഉറ്റ സമ്പർക്കമാണ്. ഇതിനൊരു വിള്ളൽ വരുത്തുവാൻ മാതാപിതാക്കന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടപെടരുത്, പ്രവേശിക്കരുത്. 2 വ്യത്യസ്ത വ്യക്തികളെ തക്ക തുണയായി ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ അവർ ഏക ശരീരമായി തീരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഭാര്യ-ഭർത്താക്കന്മാർ തമ്മിൽ ആശയങ്ങളിൽ പൊരുത്തപ്പെടാത്ത അവസരങ്ങൾ ഉണ്ടാകില്ലെന്നോ അവരുടെ തീരുമാനങ്ങളിൽ ഭിന്നത ഉണ്ടാകില്ലെന്നോ ഒന്നുമില്ല. അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് എന്നാൽ പരസ്പരമുള്ള ഒരു ക്രമീകൃത ജീവിതം അവരിൽ ഉണ്ടാകണം. കുടുംബജീവിതം പൊരുത്തപ്പെടുത്തുന്നതിനും സന്തുഷ്ടമാക്കി തീർക്കുന്നതിനും ഒട്ടേറെ കാര്യങ്ങളിൽ ഇരുവരും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആ ശ്രദ്ധയോടുകൂടി, വിവേകത്തോടുകൂടി, ജ്ഞാനത്തോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. എല്ലാറ്റിലുപരിയായി സ്നേഹത്തിൻ്റെ ആത്മാവിൽ വിവേകത്തോടുകൂടി ജീവിത പങ്കാളിയിൽ കാണുന്ന കുറവുകളും ദൗർബല്യങ്ങളും ക്ഷമിക്കുവാൻ ഇരുവരും കുടുംബജീവിതത്തിൽ തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് തക്ക തുണ തക്ക സമയത്ത് പ്രവൃത്തിയിൽ പ്രകടമാകുകയുള്ളൂ. ഉത്തമമായ തക്ക തുണ എന്ന് പറയുമ്പോൾ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ജീവിത പങ്കാളി, ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുന്ന ജീവിത സഖി, താഴ്ചയിൽ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ബെസ്റ്റ് ഫ്രണ്ട്, ഇതൊക്കെ ആയിരിക്കണം ഉത്തമമായ ഒരു ഭാര്യ. തക്ക തുണ ആനന്ദപ്രദവും അഭിവൃദ്ധി ഹേതുവും സ്നേഹത്തിൽ ഉത്തമവും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നവരും ആയിരിക്കണം. ഈ വചനം കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ തുടർമാനമായ വീഡിയോ. പ്രൈസ് ദ ലോർഡ്.